ഹായ് ഓൾ, ഇന്ന് ഞാൻ തുടങ്ങുന്നത് 10th സ്റ്റാൻഡേർഡിൻ്റെ ചാപ്റ്റർ 1 ഫിസിക്സിലെ സൗണ്ട് വേവ്സ് എന്ന ലെസനാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പുതിയ ടോപ്പിക്സാണ് ഫിസിക്സിലുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഓരോ ഹെഡിങ്ങിൽ നമുക്ക് പഠിച്ചു നോക്കാം. ഓസിലേറ്ററി മോഷൻ എന്തായിരിക്കും ഓസിലേഷൻ നോക്കാം അല്ലേ. ദ ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് about its mean equilibrium position at regular interval at time is called an oscillation. ടു ആൻഡ് ഫ്രോ മോഷൻ അതായത് സ്ഥിരമായ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥിരമായി നിൽക്കുന്ന ഒരു മോഷൻ ഒബ്ജക്റ്റ് ഈസ് മീൻ. അതെന്താ ഇക്വിലിബ്രിയം പൊസിഷൻ അറ്റ് റെഗുലർ ഇൻ്റർവെൽ ഓഫ് ടൈം ഈസ് കാൾഡ് ആൻ ഓസിലേഷൻ. അതായത് സെൻറ്റർ ഇക്വിലിബ്രിയം, അതായത് തുടക്കത്തിൽ നിന്ന് എൻഡിലേക്ക്, അതേപോലത്തെ സെൻറ്റർ ഇക്വിലിബ്രിയം പോയിന്റ് അവിടെ പറയുന്നു. നമുക്ക് ഇൻ്റർവെൽസ് ഓഫ് ടൈം, ആ ടൈമിന് എന്ത് പറയുന്നത് ഓസിലേഷൻ എന്ന് പറയുന്നു. ഓക്കെ, ഞങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾസ് ഓഫ് ഓസിലേറ്ററി മോഷൻ. പെൻഡുലം ക്ലോക്ക്. പെൻഡുലം ക്ലോക്ക് ഈസ് എ പെൻഡുലം ക്ലോക്ക് സ്വിങ് ബാക്ക് ആൻഡ് ഫോർത്ത്. അതായത് നമുക്കറിയാം പെൻഡുലം പറഞ്ഞൊരു ക്ലോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ടൈം ചേഞ്ചസ് ആയി നമുക്ക് മൂവ് ചെയ്യും. ഇറ്റ് അണ്ടർഗോസ് ആൻ ഓസിലേറ്ററി മോഷൻ. അതിൻ്റെ അതിനൊരു പറയുന്ന ഒരു എക്സാമ്പിളാണ് എന്ത് ഓസിലേറ്ററി മോഷൻ. So pendulum is an oscillatory motion moving in one direction along a path, returning through the same path's equilibrium position and then repeating the motion in opposite direction. അതായത് മൂവിങ് ഇൻ വൺ ഡയറക്ഷൻ അലോങ് എ പാത്ത്, ഒരു ഡയറക്ഷനിൽ നിന്ന് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റ് ചെയ്യുന്നു. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനായിട്ട് മൂവ്മെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിളാണ് ഓസിലേറ്ററി മോഷൻ്റെ. ഫ്രീലി ഹാങ്ങിങ് ബോബ്. വെൻ എ ഫ്രീലി സസ്പെൻഡഡ് ബോബ് ഈസ് ഡിസ്പ്ലേസ്ഡ് ഇറ്റ്സ് ഹാബിറ്റ് ഓസിലേറ്ററി മോഷൻ. Hence the bob move from equilibrium position and return its original position. Next one, turning fork. When a turning fork touches a glass surface and it's made to vibrate, the vibrate produce an example of oscillatory motion. ടേണിങ് ഫോർക്ക്, അതായത് ഒരു ഫോർക്ക് മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്ലാസ് സർഫേസ് എന്താവും വൈബ്രേറ്റ് ആയി മാറും. ആ വൈബ്രേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു ഓസിലേറ്ററി മോഷനായിട്ട് കമ്പയർ ചെയ്യാം. പിന്നെ ഫ്ലാപ്പിംഗ് ഓഫ് വിങ്സ്, അതായത് ബേർഡ്സ് ഫ്ലേ ത്രൂ rhythmically to fly. The repetitive upward and downward motion of the wings moving a certain distance or returning to the original position is an example of oscillatory motion. അതായത് മേലക്കും താഴോട്ടും പറക്കുന്നുണ്ട്, ബേർഡ്സുകൾ പറക്കുന്നുണ്ട്. അപ്പോൾ അതും എന്താവാം, നമുക്ക് ഓസിലേറ്ററി മോഷൻ എന്ന് പറയാം. Heartbeat. The movement of a heart while pumping blood is also an oscillatory motion. The heart muscles move to flow clearly, demonstrating the presence of oscillatory motion within the heart. ഇവിടെ പറയുന്നത് നമുക്ക് ഇപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനാണല്ലേ ഹേർട്ട്, അതായത് പമ്പ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ട്, സൗണ്ട് വേവ്സ് നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതും എന്താണ് ഓസിലേറ്ററി മോഷനായിട്ട് നമുക്ക് പറയാം. സ്വിങ് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ലൈക്ക് ദി ഗിറ്റാർ, വയലിൻ, വീണ, ഇറ്റ്സ് ഹാബിറ്റ് ഓസിലേറ്ററി മോഷൻ. When the strings of these instruments are plucked, they move forward and backward, producing oscillatory motion. അതായത് നമുക്കിപ്പോൾ ഓരോ സ്ട്രിങ്സുകളല്ലേ മ്യൂസിക്കിൻ്റെ, അതും എന്താവാം നമുക്ക് ഓസിലേറ്ററി മോഷൻ്റെ ഒരു എക്സാമ്പിളായി മാറാം. അപ്പോൾ എന്തൊക്കെയാണ് ഓസിലേറ്ററി മോഷൻ്റെ എക്സാമ്പിൾസ്? പെൻഡുലം,
freely hanging bob, turning frog, and flapping of wings, heartbeat, string of musical instrument. എന്താണ് ഓസിലേഷൻ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ദ ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് about its mean equilibrium position at regular interval of time is called an oscillation. Now next ഒരു എക്സാമ്പിൾ നോക്കാം. സ്വിമ്മിങ് അല്ലെങ്കിൽ swinging oscillation. In this case of a swing position from this start oscillating from rest to the equilibrium position marked as O in the figure. നമുക്ക് ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇവിടെ AOB പറഞ്ഞിട്ട് ഫിഗർ 1.1a കാണിക്കുന്നുണ്ട്. മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ടു വൺ സൈഡ് ഫ്രം ദി ഇക്വിലിബ്രിയം പൊസിഷൻ ഈസ് ഡിനോട്ട് ആസ് A. സ്റ്റാർട്ടിങ്ങിൽ വെച്ചിരുന്നത് A ആണ്. ദിസ് ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ്. The SI unit of amplitude is meter. One complete oscillation is said to occur when swing from the swing point to the extreme position are on both sides return equilibrium position. In this figure, when each move from O to A, Oയിൽ നിന്ന് Aക്ക് മൂവ്മെൻ്റ് ആവും. അതേപോലെ തന്നെ ബാക്ക് എന്നാവുമ്പോൾ then to back, then to B. ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓയിൽ നിന്ന് എക്കും ഓയിൽ നിന്ന് ബിക്കും ആൻഡ് ബാക്ക് ടു O. വൺ കംപ്ലീറ്റ് ഓസിലേഷൻ ഈസ് കംപ്ലീറ്റഡ്. ഇവിടെ പറയുന്നത് ഓയിൽ നിന്ന് എക്കും അതേപോലെ തന്നെ ബാക്കിൽ നിന്ന് ബിയിൽ നിന്ന് ഓയിലേക്കും. ആൻഡ് റെസ്റ്റ് ഇറ്റ് OB ഓയിലിലേക്ക് തന്നെ നമുക്ക് അവിടെ ഇക്വിലിബ്രിയം പൊസിഷൻ അവിടെ എന്തുണ്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ കഴിഞ്ഞു എന്ന് തീരുമാനിക്കാം. അതായത് ഓയിൽ നിന്ന് എക്കും ബിയിൽ നിന്ന് ഓയിലേക്കും മൂവ്മെൻ്റ് ആകുമ്പോൾ അവിടെ എന്തുണ്ട് അവിടെ ഒരു ഓസിലേഷൻ തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ പറയുന്നത് A എന്ന് പറയുന്നത് എന്താണ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് SI യൂണിറ്റ് ഈസ് ആംപ്ലിറ്റ്യൂഡ് ഈസ് മീറ്റർ M. Now next we have to talk about period. നമുക്ക് കുറച്ച് പീരിയഡ് ഫ്രീക്വൻസി നമുക്ക് കുറച്ച് ടേംസുകൾ തന്നിട്ടുണ്ട്. പീരിയഡ് പറഞ്ഞാൽ T അല്ലേ. ടൈം ടേക്കൻ ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ ഈസ് കോൾഡ് ദി പീരിയഡ്. അതല്ലെങ്കിൽ ടൈം. അപ്പം നമുക്ക് ക്ലാസ്സിൽ എന്തുണ്ട് നമുക്ക് ഓരോരോ വിഷയത്തിന് ഓരോരോ പീരിയഡാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിലും എന്തുണ്ട് പീരിയഡ് ഉണ്ട്. അപ്പോൾ ടൈം ടേക്കൻ ടു കംപ്ലീറ്റ് ഒരു ടൈം കംപ്ലീറ്റ് ചെയ്യുന്ന അതിനെന്താ പറയുക പീരിയഡ് എന്ന് പറയും. SI യൂണിറ്റ് സെക്കൻഡ്. അതിൻ്റെ SI യൂണിറ്റ് എന്താണ് എസ് അല്ലേ അല്ലെങ്കിൽ സെക്കൻഡ്. പീരിയഡിനെ നമുക്ക് പറയാം T എന്ന് അല്ലേ. ടൈം ടേക്കൻ ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ ഈസ് കോൾഡ് പീരിയഡ് അല്ലെങ്കിൽ T. SI യൂണിറ്റ് ഓഫ് പീരിയഡ് ഈസ് സെക്കൻഡ് അല്ലെങ്കിൽ എസ്. പീരിയഡ് T. അതിൻ്റെ ടോട്ടൽ ടൈം ടേക്കൻ സ്മോൾ t ആൻഡ് നമ്പർ ഓഫ് ഓസിലേഷൻ സ്മോൾ n. അപ്പോൾ പീരിയഡിൻ്റെ ഫോർമുലയാണ്. നമുക്കത് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പീരിയഡ് T, ടോട്ടൽ ടൈം ടേക്കൻ T, നമ്പർ ഓഫ് ഓസിലേഷൻ n. Frequency F. What is frequency? The number of oscillation in 1 second is called frequency. Number of oscillation in 1 second. ഒരു സെക്കൻഡിനെ പറയുന്നത് എന്താണ് ഫ്രീക്വൻസി ആണ് അല്ലേ. അപ്പോൾ ഒരു ടൈമിന് പറയുന്നതാണ് പീരിയഡ്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ സെക്കൻഡും ടൈം ടേക്കൻ ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ അതായത് ഒരു കംപ്ലീറ്റ് ചെയ്യുന്നതിന് എന്ത് പറയും പീരിയഡും
അതുപോലെ തന്നെ സെക്കൻഡിനെ പറയുന്നത് ഫ്രീക്വൻസി. അപ്പോൾ ഫ്രീക്വൻസിൻ്റെ SI യൂണിറ്റ് എന്തായിരിക്കും? ഹെർട്സ്, അതല്ലെങ്കിൽ HZ അല്ലേ. ഫ്രീക്വൻസി FM, നമ്പർ ഓഫ് ഓസിലേഷൻ ബൈ ടോട്ടൽ ടൈം ടേക്കൻ. നമ്മൾ പീരിയഡിൽ പഠിച്ചു ടൈം ടേക്കൻ ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ അല്ലേ. ഇവിടെ പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഓസിലേഷൻ ബൈ ടൈം ടേക്കൻ. എത്ര ഓസിലേഷൻ നടന്നോ ഒരു സെക്കൻഡിൽ, ആ ടൈമാണ് നമ്മൾ എവിടെ വരിക? താഴത്ത് ടൈം ടേക്കൻ. According to the equation of the period of a pendulum, as the length of the pendulum increase, the frequency decrease. According to the equation of the period of a pendulum, length of the pendulum increase. അതായത് പെൻഡുലത്തിൻ്റെ നീളം ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ ഫ്രീക്വൻസി ഡിഗ്രീസ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ്സുകൾ അല്ലേ. നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ് അതെന്താവും? കുറഞ്ഞു വരും. The equation of this period of pendulum is T 1/2 pi 1/A അല്ലെങ്കിൽ G or T 1/G. Here I represent the length of the pendulum. ഇവിടെ I എന്തിനാണ്? ലെങ്ത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫ്രീക്വൻസി ഈസ് F ആൻഡ് പീരിയഡ് ഈസ് T. നമ്മൾ ഫ്രീക്വൻസി ഡിനോട്ട് ചെയ്യുന്നത് എഫും പീരിയഡ് ഡിനോട്ട് ചെയ്യുന്നത് ടിയും എന്ന ഇതിലാണ് കേട്ടോ. അപ്പോൾ F ഈസ് ഈക്വൽ ടു I/T. അതായത് ഹെൻസ് L റിപ്രസെൻറ്റ് ദ ലെങ്ത് ഓഫ് ദി പെൻഡുലം. L എന്ന് പറയുന്നത് എന്തിനാ? പെൻഡുലത്തിൻ്റെ ലെങ്ത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫ്രീക്വൻസി F ആൻഡ് പീരിയഡ് T. അപ്പോൾ നമുക്ക് ഇവിടെ ഫ്രീക്വൻസി ഈക്വൽ ടു L/T. അതർ യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി 1 kHz is equal to 1000 ഹെർട്സ്. എത്ര ഹെർട്സ് ആണ്? ഒരു ഹെർട്സ് എന്താണ്? 1000 ഹെർട്സ്. അതിൽ 10⁻³ ഹെർട്സ്. 1 MHz is equal to 1 lakh. അപ്പോൾ എത്രയാണ്? ഹെർട്സ് is equal to 10⁻6 ഹെർട്സ്. The figure show turning frog with a different frequency. നമുക്ക് ഇവിടെ ഒരു ഫ്രോക്സ് തന്നിട്ടുണ്ട് അല്ലേ, എത്ര ഹേർട്സ് നോക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് എയിൽ കൊടുത്തുക്കണു 488 ഹേർട്സ് ആൻഡ് 433 ഹേർട്സ്, 512 ഹെർട്സ്, 350 ഹെർട്സ് ഡി. അങ്ങനെ ABCD 3 ഫ്രോക്കിൽ കൊടുത്തിട്ടുണ്ട്. ടേണിംഗ് ഫ്രോക്ക് വിത്ത് ഡിഫറെൻറ്റ് ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് സൗണ്ട് വേവ്സ്. അപ്പോൾ ഓരോ ഫ്രോക്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസിയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൗണ്ട് ഉണ്ടാവും, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സൗണ്ട് വേവ്സും നടക്കാം. Natural frequency. When an object is made to vibrate freely, it will vibrate at its own natural frequency. This frequency is called the natural frequency of an object. What is natural frequency? എന്തായിരിക്കും നാച്ചുറൽ ഫ്രീക്വൻസി? വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് മെയ്ഡ് ടു വൈബ്രേറ്റ് ഫ്രീലി. ഒരു ഒബ്ജക്റ്റ് എന്താവും? ഫ്രീലി ആയിട്ട് വൈബ്രേറ്റ് ചെയ്ത് നടക്കുന്നു. ഇറ്റ് വിൽ വൈബ്രേറ്റ് ഇറ്റ്സ് ഓൺ നാച്ചുറൽ ഫ്രീക്വൻസി. അതെന്താ? അപ്പോൾ എന്താണ്? ഫ്രീലി ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുകയാണ് അല്ലേ, അതായത് ഒരു ഇളക്കം അത് മാത്രമേ നടക്കുന്നു. അപ്പോൾ അതിനെന്താ പറയുക? നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നു. ദിസ് ഫ്രീക്വൻസി ഈസ് കോൾഡ് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഇതിന് പറയുന്നത് എന്താ? ഇതിന് വി കോൾഡ് ദിസ് ആസ് ഫ്രീക്വൻസി ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് ദി ലെങ്ത് ഫ്രീക്വൻസി ഓഫ് ആൻ ഒബ്ജക്റ്റ്. നമുക്ക് എന്തൊക്കെ ഫാക്ടേഴ്സ് ഇതിലടങ്ങാം? ലെങ്ത് ഓഫ് ദി ഒബ്ജക്റ്റ് അല്ലേ. നാച്ചുറൽ ഫ്രീക്വൻസിയിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് നമുക്ക് പറയാം? ലെങ്ത് ഉണ്ട്, അതുപോലെ തന്നെ സൈസ് ഉണ്ട് അല്ലേ. ഒരു ഇളക്കം കാരുമ്പോൾ അതിൽ എന്തുണ്ട്?
ഇലാസ്റ്റിസിറ്റി നടക്കുന്നു അല്ലേ. നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ എന്തൊക്കെ? ലെങ്ത് ഓഫ് ദി ഒബ്ജക്റ്റ്, സൈസ്, ഇലാസ്റ്റിസിറ്റി, നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ. ഫോക്കസ്, വൈബ്രേഷൻ ആൻഡ് resonance. Forced vibration occurs when an object vibrates due to the influence of an external force. Forced vibration occurs when an object vibrates due to influence of an external force. അതായത് പുറത്തിൽ എന്ത് നടക്കുന്നുണ്ട്? എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ പുറത്ത് നടക്കുന്ന ഒരു ഫോഴ്സിൽ എന്തുണ്ട്? വൈബ്രേറ്റ് ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്യുന്നു. ഫോഴ്സ്ഡ് വൈബ്രേഷനൊക്കെ. അപ്പോൾ അവിടെ എന്താ നടക്കുന്നത്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ പറഞ്ഞാൽ ഫോഴ്സ്ഡ് വൈബ്രേഷനൊക്കെ when an object vibrates due to influence of an external force. എക്സാമ്പിൾസ് ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. എന്തായിരിക്കും ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഒബ്ജക്റ്റ്? അതായത് പുറത്തിൽ എന്ത് നടക്കുന്നുണ്ട്? ഒരു ഫോഴ്സ് സംഭവിക്കുന്നുണ്ട്. ആ ഫോഴ്സിനെ പറയുന്ന പേരാണ് എന്ത്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് വൈബ്രേഷൻ ഒക്കെ when an object vibrate due to influence of an external force. എക്സാമ്പിൾ ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. നമുക്ക് ഫോഴ്സ്ഡ് വൈബ്രേഷൻ്റെ എന്ത് കേൾക്കാം? എക്സാമ്പിൾസ് നോക്കാം. When a mixer placed on a table, it is turned on. The table vibrates. അല്ലേ? നമ്മളൊരു മിക്സി വെച്ചിട്ട് നമ്മൾ ടേൺ ഓൺ ചെയ്തത് എന്താണ്? അപ്പം എന്ത് കാണാം? നമുക്ക് ടേബിൾ വൈബ്രേറ്റ് ചെയ്ത് കാണാം. The vibration of an object is an example of forced vibration. ഒരു എക്സാമ്പിളായി മാറാം. ഒരു മിക്സർ പ്ലേസ് ഓൺ എ ടേബിൾ ഓൺ. അപ്പോൾ ടേബിളും എന്ത് ചെയ്തു? വൈബ്രേറ്റ് ചെയ്തു. അപ്പോൾ ആ മിക്സർ എന്താണ്? എക്സാമ്പിൾ ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഓക്കെ, നെക്സ്റ്റ് എനിക്കൊരു ഇമേജ് തന്നിട്ടുണ്ട് 1.5 In this image, blades A, C and E are fixed in the same length. A, C, E അല്ലേ? ആ ബ്ലൂ കളർ കാണിക്കുന്നത് സെയിം ലെങ്ത് ആയി കൊടുത്തിട്ടുണ്ട്. ആർ ഫിക്സഡ് അറ്റ് ദി സെയിം ലെങ്ത്. അതുപോലെ തന്നെ സെയിം ലെങ്ത് 30 സെൻറ്റിമീറ്ററിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബ്ലേഡ്സ് B, D and F are fixed on the same length 70 centimeter on a wooden plank. അതായത് BDF എന്ത് ലെങ്ത്തിൽ? 70 സെൻറ്റിമീറ്ററിൽ കൊടുത്തിട്ടുണ്ട്, സെയിം ലെങ്ത്തിൽ. Okay, when the blade A is made to vibrate with a figure, all the blade also vibrate along this blade C and E seen vibrate with higher amplitude while the amplitude of the vibration of the blade B, D and F will be smaller. ഇവിടെ എ പറഞ്ഞൊരു ബ്ലേഡ് വൈബ്രേറ്റ് ചെയ്താൽ ബാക്കി എല്ലാ ബ്ലേഡുകളും വൈബ്രേറ്റ് ചെയ്യും അല്ലേ? അപ്പം എന്താവും? സിയും ഇയൊക്കെ എന്താവും? ഒന്നും കൂടി ഹയർ ആയിട്ട് ആംപ്ലിറ്റ്യൂഡായിട്ട് എന്താണ് സൗണ്ടിൽ ഉണ്ടാവും. While the amplitude of the vibration blade BD and F are also small. അപ്പോൾ അടുത്തത് എന്താവും? BDF എന്താവാം? സ്മോൾ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യാം. After some time, blade C and E reach the maximum amplitude. അവസാനം എന്താവും? സിയും ഇയൊക്കെ എന്താവും? ആ സെയിം മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് മാറും. This happened because this induced vibration frequency of blade A matches natural vibration frequency of blade C and E.
അപ്പോൾ എൻ്റെ വൈബ്രേഷൻ്റെ മാച്ച് ആവും ഏതിൽ സി ആൻഡ് ഇയിൽ ഫ്രീക്വൻസി ആയിട്ട് മൂവ്മെൻറ്റ്. ദിസ് ഫെനോമിന ഈസ് കളേർഡ് റെസൊണൻസ്, അതായത് റീസോണൻസ്. It is if the natural frequency of an object subject to an induced vibration matches the natural frequency of an object causing the vibration. These objects are said to be resonance. When in resonance, the object vibrates in maximum amplitude. അപ്പം എങ്ങനെ വൈബ്രേറ്റ് ചെയ്താലും ഇതെന്താവും, മാക്സിമം ആയിട്ടാണ് എന്ത് ചെയ്യുക, വൈബ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഏന്ന് തുടങ്ങിയാലും CE കൊടുത്താലും മാക്സിമം ആപ്റ്റ്യൂഡായിട്ടേക്കും ആംപ്ലിറ്റ്യൂഡായിട്ടാണ് എന്താവാം ഇത് വർക്കൗട്ട് ആവുക. അതായത് മാക്സിമം ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ്, അതിനെന്ത് പറയാം, റെസൊണൻസ്. If the natural frequency of an object subject to included induced vibration matches the natural frequency of the object causing the vibration of vibration, the object are said to be resonance when resonance of the maximum amplitude. Now we can call what is resonance column. A PVC pipe is fully submerged in water. PVC pipe അല്ലേ, അത് കംപ്ലീറ്റ്ലി വാട്ടറിൽ മുങ്ങി കിടക്കുന്നു. വിത്ത് എ ടേണിംഗ് ഫ്ലോക്ക് സ്ട്രക്ക് ആൻഡ് ഹെൽഡ് at open end of the pipe. As the pipe is gradually lifted, the length of the air column inside the pipe changes. At a certain point, the sound becomes noticeably louder. The reason of the resonance when the frequency vibration of the turning fork matches the natural frequency of the air column inside the pipe. The amplitude of the column vibration increase produce louder sound. അതായത് നമ്മളിപ്പോൾ PVC പൈപ്പ് എന്തിലുണ്ട്, വാട്ടറിൽ കിടക്കുകയാണ് അല്ലേ. അത് നമ്മൾ എന്ത് ചെയ്തു, ആസ് ദ പൈപ്പ് ഈസ് ഗ്രാജുവലി ലിഫ്റ്റഡ്, അതായത് പൈപ്പ് ലിഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലെങ്ത് ഓഫ് ദി എയർ ഇൻസൈഡ് ദി പൈപ്പ് ചേഞ്ചസ്, അതായത് അതിൻ്റെ ഉള്ളിലത്തിൽ നമ്മളിപ്പോൾ അത് വാട്ടറിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത് അല്ലേ. അപ്പം അതിൻ്റെ ഉള്ളിലത്തെ ആ എയർ എന്താവും, എയർ കോളം ഇൻസൈഡ് ദി പൈപ്പ് ചേഞ്ചസ്. അതിൻ്റെ ലെങ്ത് ഓഫ് ദി എയർ കോളം ഇൻസൈഡ് ദി പൈപ്പ് എയർ, അതായത് എയർ അവിടെ എന്താവുക, ചേഞ്ച് ചെയ്ത് കിടക്കാം. അറ്റ് എ സെർട്ടൻ പോയിന്റ് ദ സൗണ്ട് ബികം നോട്ടീസ്ലി ലൗഡർ, ആ സൗണ്ട് ഒന്നും കൂടി ലൗഡ് ചെയ്ത് സൗണ്ടായി മാറാം. ദ റീസൺ ഓഫ് ദി റീസണൻസ് വെൻ ദ ഫ്രീക്വൻസി വൈബ്രേഷൻ ഓഫ് ദി ടേണിംഗ് ഫ്ലോക്ക് നാച്ചുറൽ ഫ്രീക്വൻസി air column inside the pipe. The amplitude of air column vibration increase, അതായത് എയറിൻ്റെ ഒരു കോളം വൈബ്രേഷൻ ഇൻക്രീസ് ചെയ്യാനും നമുക്കവിടെ ചാൻസ് ഉണ്ട്. പ്രൊഡ്യൂസിങ് എ ലൗഡർ സൗണ്ട്, അതിലൊരു സൗണ്ടും കൂടാം. അപ്പോൾ ഇവിടെ എന്താണ്, PVC പറഞ്ഞൊരു പൈപ്പ് വാട്ടറിൽ കിടക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നമുക്ക് പൈപ്പ് തുറന്ന് വെള്ളം ഒഴിക്കുമ്പോൾ എന്താവാം, അവിടുത്തെ എയർ അല്ലേ, എയറിൻ്റെ പൈപ്പ് എയർ എന്താവുക, ചേഞ്ചസ് ആവുക അല്ലേ. അതുപോലെ തന്നെ അതിൻ്റെ സൗണ്ടും ആദ്യം കുറച്ച് ചെറുതാണെങ്കിലും പിന്നെ അതെന്താവുക, ഒന്നും കൂടി ലൗഡറായിട്ടുള്ള സൗണ്ടായി മാറും. അപ്പം നമുക്ക് ഇവിടെ എയർ കോളം വൈബ്രേഷൻ ഇൻക്രീസ്, അതായത് അതിൻ്റെ എയർ എത്ര കൂടുന്നോ അത്രയും സൗണ്ട് ലൗഡറായി മാറും. ഓക്കെ, in systems where sound waves and vibration are utilized. In MRI സ്കാനിങ് നമ്മളൊരു സ്കാനിങ് എടുക്കുമ്പോഴും അവിടെ എന്തുണ്ട്, സൗണ്ട് വേവ്സ് നടക്കാം. റേഡിയോ ടേണിങ്ങിലും നമുക്ക് എന്തുണ്ട്, സൗണ്ട് വേവ്സും അതേപോലെ തന്നെ ഒരു വൈബ്രേഷനും, അതേപോലെ തന്നെ നമ്മൾ സ്പീക്കറൊക്കെ ഇടുമ്പോൾ അതും. അതെ, ഇൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് സച്ചാസ് ഗിത്താർ, വയലിൻ, വീണ, ഹാർമോണിയം, മാരിഡാൻഗം എക്സെട്ര, അതിലൊക്കെ എന്തുണ്ട്,
സൗണ്ട് വേവ്സ് നടക്കുന്നുണ്ട് അല്ലേ. അതായത് ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു മൂവ്മെൻ്റ് അല്ലേ, ഹയർ ആപ്റ്റ്യൂഡ് അല്ലേ, ഹയർ ലൗഡർ സൗണ്ട് ടു ഹയർ ആംപ്ലിറ്റ്യൂഡ് നടക്കുന്നുണ്ട്. ലിസണിങ് ടു ഹേർട്ട് ബീറ്റ് യൂസിങ് എ ടെലസ്കോപ്പ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഹെഡ് ബീറ്റ് നോക്കുമ്പോൾ ടെലസ്കോപ്പിൻ്റെ സൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈബ്രേഷൻ നടക്കുന്നുണ്ട്. ഇൻ ഡിവൈസ് ലൈക്ക് മെഗാഫോൺസ് ആൻഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് സച്ച് ആസ് trumpet, nadas, worm, etc. ഡിവൈസിലേക്ക് മെഗാഫോൺ, അതേപോലെ തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ട്രംപറ്റ്, നദാസ്, വർമിലൊക്കെ എന്തുണ്ട്, വൈബ്രേഷൻ നടക്കുന്നുണ്ട്. വാട്ട് ഈസ് വേവ് മോഷൻ? വേവ് മോഷൻ പറഞ്ഞാൽ എന്താ? വേവ് മോഷൻ ഈസ് ദി കണ്ടിന്യൂസ് ട്രാൻസ്മിഷൻ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ഓഫ് എ മീഡിയം to another due to the vibration of a particles in the medium. അതായത് വേവ് മോഷൻ ഈസ് ദി കണ്ടിന്യൂ ട്രാൻസ്മിഷൻ ഓഫ് എനർജി. വേവ് മോഷൻ പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്മിഷൻ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ഓഫ് എ മീഡിയം ടു ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഡ്യൂ ടു വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എ മീഡിയം. വൈബ്രേഷൻ നടക്കുന്നു അല്ലേ, എന്തിൽ? പാർട്ടിക്കിൾ, അതേതിലെ? മീഡിയത്തിലൂടെ. അപ്പോൾ വാട്ട് ഈസ് വേവ് മോഷൻ? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ എക്സാമിൽ. വേവ് മോഷൻ ഈസ് എ കണ്ടിന്യൂ ട്രാൻസ്മിഷൻ ഓഫ് എനർജി. കണ്ടിന്യൂ ആയിട്ടുള്ള ട്രാൻസ്മിഷൻ ഓഫ് എനർജിയാണത്. ഫ്രം വൺ പാർട്ട് ഓഫ് എ മീഡിയം ടു അനദർ. വേവ് മോഷൻ അല്ലേ, നമുക്ക് പറഞ്ഞു നമുക്കൊരു വേവ് മോഷൻ ഉണ്ടാവില്ലേ, അതായത് ആ സൗണ്ടിൻ്റെ ഒരു ട്രാൻസ്മിഷൻ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ഓഫ് മീഡിയം ടു അനദർ ഡ്യൂ ടു വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദി മീഡിയം. വൈബ്രേഷൻ അല്ലേ, ആ മൂവ്മെൻറ്റിൽ, അതായത് നമുക്ക് നേരത്തെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു PVC പൈപ്പിൽ അതിൽ വെള്ളം നിറക്കുമ്പോൾ എന്തുണ്ട്, അതിലൊരു സൗണ്ട് വരുന്നുണ്ട് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു ഗിത്താറ്, വയലിന്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് നോക്കിയാൽ അതിൽ എന്തുണ്ട്, സൗണ്ട് വേവ് നടക്കുന്നു. വൺ പാർട്ട് ഓഫ് എ മീഡിയം, ഒരു മീഡിയയിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് എന്തുണ്ട്, സൗണ്ട് വേവ്, അതായത് പാർട്ട് ഓഫ് സൗണ്ട് നടക്കുന്നു. ടു വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദി, അതായത് വൈബ്രേഷൻ, അതായത് നമ്മൾ ആ സ്ട്രിങ്ങിൽ തൊടുമ്പോൾ അതിലൊരു വൈബ്രേഷൻ, അല്ലെങ്കിൽ ഒരു സ്പീക്കർ ഓൺ ആക്കുമ്പോൾ അതിലൊരു വൈബ്രേഷൻ നടക്കും. അപ്പോൾ അതിനെന്ത് പറയും? വേവ് മോഷൻ. അപ്പോൾ വാട്ട് ഈസ് വേവ് മോഷൻ? വേവ് മോഷൻ ഈസ് ദി കണ്ടിന്യൂ ട്രാൻസ്മിഷൻ ഓഫ് എനർജി ഫ്രം one part of a medium to another due to the vibration of a particles in the medium. Some wave motion may require medium. ചില വേവ് മോഷനിൽ എന്ത് വേണം? മീഡിയം വേണം അല്ലേ. while other can propagate without the need of one. ചില ഇതിന് വേണ്ടിയിരിക്കും. those requiring medium for transmission സെസമിക് വേവ്സ് അല്ലേ, സീസമിക് വേവ്സ് ഉണ്ട്, അതേപോലെ തന്നെ സൗണ്ട് വേവ്സ് ഉണ്ട്. വേവ്സ് ഒക്കറിങ് ഇൻ വാട്ടർ ബോഡീസ്. വേവ്സ് ഒക്കറിങ് ഇൻ വാട്ടർ ബോഡീസ്. അതിൽ നമുക്ക് എന്തുണ്ട്? മീഡിയം നടക്കുന്നു അല്ലേ. സൗണ്ട് വേവും എന്താണ്? അതിലും മീഡിയം ഉണ്ട്. സിസമിക് വേവ്സും എന്താണ്? മീഡിയം നടക്കുന്ന ഒരു ട്രാൻസ്മിഷനാണ്. ദോസ് നോട്ട് റിക്വയറിങ് മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. എന്തെല്ലാം ട്രാൻസ്മിഷൻ ഇല്ലാത്തത്? റേഡിയോ വേവിൽ ട്രാൻസ്മിഷൻ ഇല്ല, ലൈറ്റ് വേവിൽ ട്രാൻസ്മിഷൻ ഇല്ല, വേവിലും എക്സ്റേയിലും എന്തില്ല? ട്രാൻസ്മിഷൻ ഇല്ല. ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് കേട്ടോ. അതായത് നമുക്കിത് ഇതിൽ 3 മാർക്കിനോ 5 മാർക്കിനോ ഈ ചോദ്യം ചോദിക്കാം. അതായത് those requiring medium for transmission, those not required for medium for transmission. Medium for transmission is seismic waves, sound waves and waves occurring in water body. Not requiring medium are radio wave and light wave and etc. Now വേവ്സ് എന്തുണ്ട്? 2 തരത്തിലുണ്ട് അല്ലേ. മെക്കാനിക്കൽ വേവ്സ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അല്ലേ. വേവ്സ് 2 തരത്തിലുണ്ട്. ഏതൊക്കെ? മെക്കാനിക്കൽ വേവ്.
ഇലക്ട്രോമാഗ്നറ്റിക് വേവിലും. മെക്കാനിക് വേവിൽ 2 തരം പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ? ട്രാൻസ്വേഴ്സ് വേവിലും അതേപോലെ തന്നെ ലോങ്കിറ്റ്യൂഡിനൽ വേവും. അപ്പോൾ നമ്മൾ പഠിച്ചു വേവ് 2 തരം, 2 ടൈപ്സ് ഓഫ് വേവ്സ് ഉണ്ട്. ഏതൊക്കെ? മെക്കാനിക്കൽ വേവും ഇലക്ട്രോമാഗ്നറ്റിക് വേവും. മാഗ്നറ്റിക് വേവിൽ എന്തൊക്കെ ഉണ്ട്? ട്രാൻസ്വേഴ്സ് വേവും അതേപോലെ ലോങ്കിറ്റ്യൂഡിനൽ വേവ്സും അല്ലേ. അപ്പോൾ വാട്ട് ഈസ് മെക്കാനിക്കൽ വേവ്? എന്തായിരിക്കും ഒരു മെക്കാനിക്കൽ വേവ് എന്ന് പറഞ്ഞാൽ? മെക്കാനിക്കൽ അല്ലേ, എന്തായിരിക്കും? വേവ്സ് ദാറ്റ് റിക്വയർ മീഡിയം ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് മെക്കാനിക്കൽ വേവ്സ്. അതായത് മെക്കാനിക്കൽ അല്ലേ, നമ്മളിപ്പോൾ ഇലക്ട്രിക്കലും മെക്കാനിക്കൽ. ദ വേവ്സ് ദാറ്റ് റിക്വയർ മീഡിയം ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് are called mechanical waves. These are further classified into 2 types, transverse waves and longitudinal wave. മെക്കാനിക്കൽ വേവ് ക്ലാസിഫൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ, ട്രാൻസ്ഫർ വേവിലും അതേപോലെ ലോങ്ങിറ്റ്യൂഡിനൽ വേവായിട്ടും. പിന്നെന്താ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. അപ്പോൾ വാട്ട് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്? Waves that do not require a medium for propagation are called electromagnetic wave. ഡു നോട്ട് റിക്വയർ. അപ്പം നമുക്ക് വേണ്ട അതായത് മീഡിയം വേണ്ട, അതിനെന്താ പറയുക? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. എക്സാമ്പിൾ ഇൻക്ലൂഡ് റേഡിയോ വേവ്, മൈക്രോവേവ്. ഇലക്ട്രോമാഗ്നറ്റിക്കിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? റേഡിയോ വേവ്സ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ് വേവ്സ്, വിസിബിൾ ലൈറ്റ്, അൾട്രാ വയലറ്റ് റേ ആൻഡ് എക്സ്റേ ആൻഡ് ഗാമ റേ. ട്രാൻസ്വേഴ്സ് വേവ്സ്. വാട്ട് ഈസ് ട്രാൻസ്വേഴ്സ് വേവ് അല്ലേ. അതേപോലെ തന്നെ ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സ്. ട്രാൻസ്വേഴ്സ് വേവ്സിൻ്റെ എനിക്കെന്ത് പറയാം? ദ പാർട്ടിക്കിൾ ഓഫ് ദി മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് ദി വേവ് പ്രൊപ്പഗേഷൻ. അതായത് പാർട്ടിക്കിൾസ് ഓഫ് ദി മീഡിയം വൈബ്രേറ്റ്. പാർട്ടിക്കിൾസ് ഉണ്ടാവില്ലേ മീഡിയത്തിൽ, പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യും. എന്തിൽ? പെർപെൻഡിക്കുലർ, അതായത് പെർപെൻഡിക്കുലർ ലെങ്ത് ആയിട്ട് ഡയറക്ഷൻ വേവ്സ് മൂവ്മെൻറ്റ് ചെയ്യും അല്ലേ. അപ്പം അതിനെന്ത് പറയാം? ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറയും. The particles of the medium vibrate perpendicular to the direction of the wave propagation, create crust and troughs are formed. അവിടെ എന്താ നടക്കുന്നത്? ക്രസ്റ്റും ട്രഫ്സും നടക്കുന്നു അല്ലേ. എന്തൊക്കെയാണ്? ക്രസ്റ്റ് ആൻഡ് ട്രഫ്സ് ആർ ഫോർമഡ്. There are no pressure vibration in the medium. ഇവിടെ എന്തില്ല? പ്രഷർ വൈബ്രേഷൻ്റെ മീഡിയം നടക്കുന്നില്ല. വേവ്സ് ഫോർമഡ് ഓൺ ദി സർഫേസ് ഓഫ് വാട്ടർ, വേവ്സ് ഓൺ എ സ്ട്രക്ചർഡ് സ്ട്രിങ്. സർഫേസ് ഓഫ് വാട്ടർ, വേവ്സ് ഫോർമഡ് ഓൺ ദി surface of water, waves on a structured string. Longitudinal wave. And the longitudinal wave, the particles of the medium vibrate parallel to the direction of the wave propagation. അതായത് പാരലൽ, അതായത് ചെരിഞ്ഞ് അല്ലേ, അതിനെന്താ പറയാം? ലോങ്ങിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയാം. Regions of comparison C and reflection are formed. ഇവിടെ എന്തൊക്കെയാണ് ഫോർം ചെയ്യുന്നത്? റീജിയൻ ഓഫ് കമ്പാരിസൺ, അതേപോലെ തന്നെ റിഫ്രാക്ഷൻ. റീജിയൻ ഓഫ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ സിയും അതേപോലെ തന്നെ റിഫ്രാക്ഷൻ ആർ ഫോർമഡ്. There are pressure vibration in the medium. അപ്പോൾ ലോങ്ങിറ്റ്യൂഡിനൽ വേവിൽ എന്തുണ്ട്? പ്രഷർ വൈബ്രേഷൻ നടക്കുന്നുണ്ട്. എന്നാൽ ട്രാൻസ്ഫർ വേവിൽ എന്തില്ല? പ്രഷർ വൈബ്രേഷൻ നടക്കുന്നില്ല. എക്സാമ്പിൾ സൗണ്ട് വേവ്, സെസമിക് വേവ്സ്. എന്നാൽ പിന്നെ എക്സാമ്പിൾ നമുക്ക് ട്രാൻസ്ഫർ വേവിൽ സർഫേസ് ഓഫ് വാട്ടർ അല്ലേ, അതല്ലെങ്കിൽ സ്ട്രക്ചേർഡ് സ്ട്രിങ് വേവ്സ് ഓഫ് എ സ്ട്രക്ചേർഡ് ലോങ്ങിറ്റ്യൂഡിലാണെങ്കിൽ എന്താ? സൗണ്ട് വേവ്സോ സെസമിക് വേവ്സോ ഉണ്ടാവാം. എന്നാൽ ട്രാൻസ്ഫർ വേവിൽ എങ്ങനെയൊക്കും? പെർപെൻഡിക്കുലർ ഡയറക്ഷൻ, നേരെ മറിച്ച് ലോങ്ങിറ്റ്യൂഡിലാണെങ്കിൽ പാരലൽ ഡയറക്ഷൻ.
ഇവിടെ എന്തൊക്കെയാണ് ഫോം ചെയ്യുക? ക്രസ്റ്റ് ആൻഡ് ട്രഫ്സ് ആർ ഫോർമഡ്. റീജിയൻ ഓഫ് കമ്പാരിസൻസി ആൻഡ് റിഫ്രാക്ഷൻ ആർ. There is no pressure vibration in the medium. എന്തിൽ ട്രാൻസ്ഫർ വേവിൽ നോ പ്രഷർ വൈബ്രേഷൻ. അതേപോലെ തന്നെ ലോങ്ങിറ്റ്യൂഡിനലും എന്തില്ല പ്രഷർ വൈബ്രേഷൻ ഇൻ ദി മീഡിയം. അവിടെ എന്തുണ്ട്? പ്രഷറിൻ്റെ ഒരു വൈബ്രേഷൻ കാണിക്കുന്നുണ്ട്. എക്സാമ്പിൾ എന്താ? സർഫേസ് ഓഫ് വാട്ടർ വേവ്സ് ഓഫ് സ്ട്രക്ചർഡ് സ്ട്രിങ്. എക്സാമ്പിൾ സൗണ്ട് വേവ്, സിസ്റ്റമിക് വേവ്സ്. നിങ്ങൾക്ക് കുറച്ച് ക്യാരക്ടർ നോക്കാം. ഇതുവരെ നമുക്ക് വേവ്സ് എന്താ മനസ്സിലായില്ലേ? ഇനി എന്തായിരിക്കും ക്യാരക്ടർ? നമ്മളിതുവരെ പഠിച്ചു ആപ്ലിറ്റ്യൂഡ്. ആപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ? ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം മീൻ പൊസിഷൻ. ഒരു പൊസിഷനാണ് അല്ലേ ആംപ്ലിറ്റ്യൂഡ് പറഞ്ഞാൽ? മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി മീൻ പൊസിഷൻ. മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഫ്രം ദി മീൻ പൊസിഷൻ. ഒരു മീനിൻ്റെ ഒരു പൊസിഷൻ, അതായത് ഫ്രം ദി മീൻ പൊസിഷൻ. മീൻ പൊസിഷനിൽ നിന്ന് തുടങ്ങുന്നത് എന്താണ്? ആംപ്ലിറ്റ്യൂഡ്. മാക്സിമം അതായത് ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ടൈം, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ഡയറക്ഷൻ, ആ മൂവ്മെൻറ്റ് അത് പറയുന്നതാണ് മീൻ പൊസിഷൻ. അതാണ് അപ്പോൾ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി മീൻ പൊസിഷൻ അവരെന്താ പറയുക? ആംപ്ലിറ്റ്യൂഡ്. പീരിയഡ് നമ്മൾ പഠിച്ചു അല്ലേ? ടൈമാണ് അല്ലേ? പീരിയഡ് പറഞ്ഞാൽ ദ ടൈം റിക്വയർഡ് ഫോർ വൺ കംപ്ലീറ്റ് വേവ് കോൾഡ് ഓസിലേഷൻ. അതായത് ഒരു മൂവ്മെൻറ്റിനെ പറയുന്നത്, അതായത് വൺ മൂവ്മെൻ്റ് അല്ല, വൺ കംപ്ലീറ്റ് ഡയറക്ഷൻ, വൺ കംപ്ലീറ്റ് വേവ് അല്ലേ? ഒരു വേവ് കംപ്ലീറ്റ് ചെയ്യുന്നു, അതായത് ഒരു ടൈമിൽ കംപ്ലീറ്റ് ചെയ്യുന്നു, അവരെന്ത് പറയും? പീരിയഡ്. അതായത് അല്ലെങ്കിൽ പീരിയഡ് എന്ന് പറഞ്ഞാൽ ദ ടൈം റിക്വയർഡ് ഫോർ വൺ കംപ്ലീറ്റ് വേവ് വി കോൾഡ് ആസ് ഓസിലേഷൻ. ആ പീരിയഡ് കംപ്ലീറ്റ് ചെയ്യുന്നു, അതായത് നമ്മൾ ഫിസിക്സിൽ അതിന് പേര് പറയുന്നുണ്ടല്ലേ, അതാണ് ഓസിലേഷൻ. ഫ്രീക്വൻസി, നമ്പർ ഓഫ് കംപ്ലീറ്റ് വേവ് പ്രൊഡ്യൂസ്ഡ് ഇൻ 1 സെക്കൻഡ് ടൈം. അതായത് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കംപ്ലീറ്റ് വേവ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ 1 സെക്കൻഡ്. നമ്പർ ഓഫ് കംപ്ലീറ്റ് വേവ് പ്രൊഡ്യൂസ് ഇൻ 1 സെക്കൻഡിൽ എന്തുണ്ട്? നമ്പർ ഓഫ് കംപ്ലീറ്റ് വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിന് എന്ത് പറയുന്നു? ഫ്രീക്വൻസി. 1 സെക്കൻഡിൽ കംപ്ലീറ്റ് വേവ്സ് നടക്കുന്നു, അപ്പോൾ അതിനെന്ത് പറയും? ഫ്രീക്വൻസി. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ഒരു പ്ലേസിനെ മറ്റൊരു പ്ലേസിൻ്റെ ഡിസ്റ്റൻസ്, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ്, അവർ പറയുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. ടൈം പീരിയഡ് എന്ന് പറഞ്ഞാൽ ടൈം, അവർ ടൈമിന് എന്ത് നമ്മൾ ഫിസിക്സിൽ പറയാം? ഓസിലേഷൻ, അല്ലെങ്കിൽ ദ ടൈം റിക്വയർഡ് ഫോർ വൺ കംപ്ലീറ്റ് വേവ് ഓസിലേഷൻ. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കംപ്ലീറ്റ് ടൈം, അതായത് നമ്പർ ഓഫ് കംപ്ലീറ്റ് വേവ് പ്രൊഡ്യൂസ്ഡ് ഇൻ 1 സെക്കൻഡ്. വേവ് ലെങ്ത്. What is wavelength? The distance between two successive particles in the same phase of vibration, or the distance between two consecutive creates or two consecutive truths. The distance between two successive particles, അതായത് രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ two successive particle in the same phase of vibration. സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ നടക്കുന്നു അല്ലേ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ക്രിയേറ്റ് ഓർ ടു കോൺസിക്യൂട്ടീവ് ട്രോത്സ്. ദ SI യൂണിറ്റ് ഈസ് മീറ്റർ എം. നമ്മൾ മീറ്ററിൻ്റെ SI യൂണിറ്റ് എം ആണ് പഠിച്ചിരുന്നു അല്ലേ? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് റീജിയൻ ഓഫ് ഹൈ പ്രഷർ, ടു സക്സസീവ് റീജിയൻ ഓഫ് low pressure can be considered as wavelength or longitudinal wave. വേവ് ലെങ്ത് ആണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് പാർട്ടിക്കിൾസ് ഇൻ ദി സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ, or the distance between two consecutive creates two consecutive truths. The SI unit is m and the distance between two successive region. അപ്പം നമുക്കറിയാം ഇതൊരു വേവ് ലെങ്ത്തിൽ എന്തുണ്ട്? രണ്ട് പാർട്ടിക്കിൾസ് തന്നിട്ടുണ്ട്, രണ്ടും സെയിം വൈബ്രേഷൻ ആണ് അല്ലേ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ക്രിയൊക്കെ അതിൻ്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ് അല്ലേ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സക്സസീവ് റീജിയൻ, രണ്ട് റീജിയൻ എന്താണ്? ഹൈ പ്രഷർ. ടു സക്സസീവ് റീജിയൻ നമുക്കത് എന്താവാം? ലോ പ്രഷറും ആയിട്ട് ലോ
അല്ലേ? ലോ റീജിയൻ ചോദിച്ചു, അല്ലെങ്കിൽ ലോ പ്രഷർ കാണിക്കാം. കൺസിഡർ വേവ് ലെങ്ത്, അതെന്താവാം, ഒരു വേവ് ലെങ്തോ ലോങ്കിറ്റ്യൂഡിനൽ വേവോ ആയിട്ട് മാറാം. വേവ് വെലോസിറ്റി, ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ വേവ് ഇൻ 1 സെക്കൻഡ്. അതായത് വേവ് വെലോസിറ്റി പറഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ പഠിച്ചു, രണ്ടും കമ്പയർ ചെയ്യരുത്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡാണ്. ഇവിടെ എന്ത് പറയുക, ഡിസ്റ്റൻസ് ആണ് ഇവിടെ പറയുന്നത്. ഫ്രീക്വൻസി പറഞ്ഞാൽ നമ്പർ ഓഫ് കംപ്ലീറ്റ് വേവ്, അതായത് നമ്പർ ഓഫ് കംപ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. പക്ഷെ ഇവിടെ പറയുന്നത് വെലോസിറ്റിയാണ്, അതല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസ് ട്രാവൽഡ് അതല്ലെങ്കിൽ കംപ്ലീറ്റഡ്, അതാണ് അവിടെ പറയുന്നതാണ് 1 സെക്കൻഡ്. ദ യൂണിറ്റ് ഓഫ് വേവ് വെലോസിറ്റി ഈസ് m സെക്കൻഡ്. അപ്പോൾ നമ്മൾ ക്യാരക്ടറൈസ്റ്റിക് ഓഫ് വേവ്സ് പഠിച്ചു. ആംപ്ലിറ്റ്യൂഡ്, പീരിയഡ്, ഫ്രീക്വൻസി, വേവ് ലെങ്ത്, വേവ് വെലോസിറ്റി. അതായത് നമ്മൾ തീരെ കൺഫ്യൂഷൻ പിടിക്കരുത്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കംപ്ലീറ്റ് വേവ് പ്രൊഡ്യൂസ്ഡ് ഇൻ 1 സെക്കൻഡ്. ഒരു വേവ് നടക്കുന്നതിനാണ് എന്താ പറയുക, ഫ്രീക്വൻസി എന്ന് പറയാം. വേവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്, അതായത് ഡിസ്റ്റൻസിനെ കമ്പയർ ചെയ്യുന്നതാണ് എന്ത്, വേവ് വെലോസിറ്റി. എന്നാൽ നേരെ മറിച്ച് പീരിയഡ് ആണെങ്കിൽ ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ. മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി മീൻ പൊസിഷനാണ് ആംപ്ലിറ്റ്യൂഡ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേവ് സ്പീഡ്, ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്. വേവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, വേവ് ലെങ്ത് പറഞ്ഞാൽ ലാംഡ ഇൻറ്റു ഫ്രീക്വൻസി പറഞ്ഞാൽ എഫ്. വെൻ ദ സ്പീഡ് റിമെയിൻ കോൺസ്റ്റൻറ്റ്, അതായത് സ്പീഡ് റിമെയിൻ കോൺസ്റ്റൻറ്റ്, അതായത് സ്പീഡ് തങ്ങി നിന്ന ദ ഫ്രീക്വൻസി ഓഫ് ദി വേവ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പഗേഷണൽ ടു ദി വേവ് ലെങ്ത്. അതായത് വേവ് നമുക്ക് എന്താവുക, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി വേവ് ലെങ്ത് അല്ലേ. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു L1 ലാംഡ അല്ലെങ്കിൽ L ലാംഡ ലെങ്ത് അല്ലേ, I ലാംഡ. റിഫ്രാക്ഷൻ ഓഫ് സൗണ്ട്. സ്മൂത്ത് സർഫേസ് റിഫ്ലക്റ്റ് സൗണ്ട് ബെറ്റർ ദാൻ റഫ് സർഫേസ്. സ്മൂത്ത് സർഫേസ് ആണെങ്കിൽ ഇനി സ്മൂത്ത് സർഫേസ് റിഫ്ലക്റ്റ് സൗണ്ട് ബെറ്റർ ദാൻ റഫ് സർഫേസ്. അതായത് സ്മൂത്ത് സർഫേസിൽ എന്തുണ്ട്, റഫ് സർഫേസും ഉണ്ട് അല്ലേ. ദാറ്റ് റിഫ്ലക്ട് ബെറ്റർ ദാൻ, അപ്പോൾ സ്മൂത്ത് സർഫേസ് റിഫ്ലക്ഷൻ നടക്കും, സൗണ്ട് ബെറ്റർ ദാൻ റഫ് സർഫേസ്. റിവർബറേഷൻ ഓഫ് സൗണ്ട്. റിവർബറേഷൻ ഈസ് റിപ്പീറ്റഡ് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. റിവർബറേഷൻ പറഞ്ഞാൽ എന്താണ്, സൗണ്ട്, റിപ്പീറ്റഡ് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. റിവർബറേഷൻ കോസ് നോയ്സ്, അതെന്താവാ, ഒരു ഒച്ചയായി മാറാം. വാട്ട് ഈസ് എക്കോ. എക്കോ നമുക്കറിയാം അതൊരു സൗണ്ടാണെന്ന് അല്ലേ, നമ്മൾ പണ്ടേ വായിച്ച് പഠിച്ചിട്ടുണ്ട്. എക്കോ ഒരു സൗണ്ട്, അത് എക്കോ സൗണ്ട്, അതായത് നമ്മുടെ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റിലൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു എക്കോ സൗണ്ട് കാണാം. Echo is the phenomenon of hearing the same sound again after the original sound is heard. അതായത് നമ്മൾ ആദ്യത്തെ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് പിന്നെ നമ്മൾ ആ സൗണ്ട് കേൾക്കുമ്പോൾ ആ സെക്കൻഡ് സൗണ്ടിനെ പറയുന്നതാണ് എന്ത്, എക്കോ. ഒരു എക്കോ സൗണ്ട്. ഫസ്റ്റ് സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് പിന്നെയും മനസ്സിലാവില്ല, പിന്നെയും കേൾക്കുമ്പോൾ നമ്മൾ പറഞ്ഞ് കേൾക്കുമ്പോൾ അതിനെന്തുണ്ട്, ഒരു എക്കോ സൗണ്ട് എന്ന് പറയുന്നു. A sound heard by its remains as an auditory sensation of 1/10 of the second. The phenomenon is called persistence of audibility. If another sound reaches the ear within the time, both sounds will be heard as soon. To hear, an echo is in air, the medium. Distance between the reflecting the surface and the sound source must be at least 170.5 meter. If the distance is less than 70.5 meter, echo will not be heard. ഇവിടെ എന്താണ്,
70.5 നിന്ന് എത്രയോ ദൂരത്തിലേക്കായി അവിടെ എന്തില്ല, നമുക്ക് എക്കോ സൗണ്ട് കേൾക്കാൻ പറ്റൂല. വാട്ട് ഈസ് റിവർബറേഷൻ? റിവർബറേഷൻ പറഞ്ഞാൽ എന്തേക്കും? prolongation of sound due to repeated reflections after a sound. Reflection repetition is produced which gradually fade away. Propagation of sound due to repeated reflection after a sound is produced. റിപ്പീറ്റ് ചെയ്യണു അല്ലേ? റിഫ്ലക്ഷൻ ആഫ്റ്റർ എ സൗണ്ട്, അത് കഴിഞ്ഞിട്ട് എന്താണ്? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. റിപ്പീറ്റ് ചെയ്യുന്ന റിഫ്ലക്ഷൻ നടക്കുന്നു, അത് കഴിഞ്ഞിട്ട് എന്ത് നടക്കുന്നു? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. വിച്ച് ഗ്രാജുവലി ഫേഡ് എ വേവ്സ്. മെത്തേഡ് ഓഫ് റെഡ്യൂസ് റിവർബറേഷൻ. അതിൻ്റെ മെത്തേഡ് എന്തായിരിക്കാം? യൂസ് ഓഫ് റഫ് സർഫേസ് ആൻഡ് സർട്ടൺ ഇൻ ലാർജ് സിനിമ ഹാൾ. അതായത് റഫ് സർഫേസിലും അതേപോലെ തന്നെ ലാർജ് സിനിമ ഹാളിലും. യൂസ് ഓൺ എ ഫോൾഡഡ് കർട്ടൻസ് ഇൻ ഹൗസ് ആൻഡ് യൂസ് ഓഫ് സ്പോഞ്ച്. അതായത് സൗണ്ട് എങ്ങനെ കേൾക്കാം? ഡ്യൂ ടു റിപ്പീറ്റഡ് റിഫ്ലക്ഷൻ നടക്കുന്നു, അതേപോലെ തന്നെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് യൂസ് ഓഫ് സ്പോഞ്ച്, നമ്മൾ സ്പോഞ്ചിൽ റിഫ്ലക്ഷൻ നടക്കുമ്പോൾ അതെന്താണ്? അതിലൊരു സൗണ്ട് വരുന്നു. ഫോൾഡഡ് കർട്ടൻ നമ്മൾ കയ്യിൽ തൊടുമ്പോൾ എന്തില്ല? ഒരു റിപ്പീറ്റഡ് റിഫ്ലക്ഷൻ നടക്കും, അപ്പോൾ എന്താവും? അതിനൊരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ? റഫ് സർഫേസ് ആൻഡ് കർട്ടൻസ് ലാർജ് സിനിമ ഹാൾ. അതേപോലെ റഫ് സർഫേസിൽ നമ്മളിപ്പോൾ റഫ് സർഫേസ് ആണെങ്കിൽ അതിൽ സ്മൂത്ത് ഉണ്ടാവും അല്ലേ? ആ സ്മൂത്തിൽ എന്തുണ്ട്? അതിലൊരു സൗണ്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് റിവർബറേഷൻ എക്സാമ്പിൾ. ലിമിറ്റ് ഓഡിയോ ഓഡിബിലിറ്റി. There is a limit to the frequency of sound human can hear. ഹ്യൂമന് എന്തുണ്ട്? ഒരു ലിമിറ്റ് ഉണ്ട്, സൗണ്ട് എത്ര കേൾക്കാൻ പറ്റുമെന്ന്. ഫോർ എ പേഴ്സൺ വിത്ത് നോർമൽ ഹിയറിംഗ് എബിലിറ്റി ദ ആംപ്ലിറ്റ്യൂഡ് റേഞ്ച് ഫ്രം അപ്രോക്സിമേറ്റ്ലി 20 Hz to 20,000 Hz. 20 ഹെർട്സിൽ നിന്ന് 20,000 ഹെർട്സിൽ നോർമൽ ഹിയറിംഗ് എബിലിറ്റി ഉണ്ട് അല്ലേ? ദിസ് ഈസ് നോൺ ആസ് ലിമിറ്റ് ഓഫ് ഓഡിയോബിലിറ്റി. അപ്പോൾ ഇതിനെ നമുക്ക് എന്താ പറയുക? ഓഡിയോബിലിറ്റി എന്നും വിളിക്കാം. നമുക്കൊരു എത്ര ടൈം ഉണ്ട്, ഓരോ സൗണ്ടിനും എന്തുണ്ട്? ഇത്ര ഡിസ്റ്റൻസ് ഉണ്ട്. അതായത് നമുക്ക് ഇത്ര സൗണ്ടേ കേൾക്കാൻ പറ്റൂ. മോർ ദാൻ അത് വന്നാൽ നമുക്ക് എന്തല്ല, നമ്മൾ ചെവിയൊക്കെ ചിലപ്പോൾ പൊട്ടിപ്പോവാം. അപ്പോൾ നമുക്ക് എത്ര അപ്രോക്സിമേറ്റ്ലായി കേൾക്കാം? 20 Hz to 20,000 Hz. അപ്പോൾ ഇവരെന്ത് പറയും? നമുക്ക് ലിമിറ്റ് ഓഡിയോബിലിറ്റി. സൗണ്ട് വേവ്സ് വിത്ത് ഫ്രീക്വൻസി ബിലോ 20 Hz ഇസ് കളർഡ് ഇൻഫ്രാസോണിക് വേവ്സ്. 20 Hz വേവ്സ് വരികയാണെങ്കിൽ ഇൻഫ്രാസോണിക് വേവ്സ് എന്ന് പറയാം. Now what is ultrasonic waves? Sound waves with frequency above 20,000 Hz are called ultrasonic waves. In infrasonic waves are below 20. അതായത് ultrasonic waves പറഞ്ഞാൽ above 20,000 waves. 20,000 waves Hertz. Amplitude of ultrasonic waves. Application of ultrasonic waves. Application എന്തൊക്കെ application വരാം? ടു ബ്രേക്ക് കിഡ്നി സ്റ്റോൺ, അതിൽ എന്തുണ്ട്? നമുക്ക് അൾട്രാസോണിക് വേവ്സ് വരാം. ഇൻ ഫിസിയോതെറാപ്പി ചെയ്യുമ്പോഴും അൾട്രാസോണിക് കാണിക്കാം. ടു പ്രൊഡ്യൂസ് ഇമേജ് ഓഫ് ഇൻ്റർനാഷണൽ ഓർഗൻ ലൈക്ക് കിഡ്നി, ലിവർ, ഗ്ലാൻഡ്, ബാൽഡർ ഒക്കെ ഇപ്പോൾ നമുക്ക് ഇതിലൊക്കെ മാറ്റുമ്പോഴൊക്കെ എന്താവുക? അതിലേക്ക് എന്തുണ്ട്? അൾട്രാസോണിക് വേവ്സിൻ്റെ സൗണ്ട് നടക്കുന്നുണ്ട്. അൾട്രാസോണിക് വേവ് ട്രാവലിംഗ് ത്രൂ ബോഡി ടിഷ്യൂ ഗെറ്റ് ഇൻഫ്ലക്റ്റഡ് ഫ്രം പാത്ത് where there is change in the tissue density. These reflected waves are converted into electrical signal used in the form of image the organ. The technology is called ultrasonography. നമുക്കിതെങ്ങനെയാണ്? അൾട്രാസോണിക് വേവ്സ് ആർ ത്രൂ ബോഡി, ഒരു ടിഷ്യൂ ഗെറ്റ് റിഫ്ലക്റ്റഡ്, നമുക്കൊരു ചേഞ്ച്, അതായത് ടിഷ്യൂ ഡെൻസിറ്റി പോലെയാണ് അത് ഉണ്ടാവുക അല്ലേ?
കൺവേർട്ടഡ് ഇൻറ്റു ഇലക്ട്രിക്കൽ സിഗ്നൽ. അതൊരു സിഗ്നൽ വഴിയായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇമേജ് കാണിക്കുക അല്ലെ, ഓർഗൻ്റെ ഇമേജ്. അവർ പേര് പറയുന്നതാണ് അൾട്രാസോണോഗ്രാഫി. ദ ക്ലീൻ സ്പൈറൽ ഷേപ്ഡ് ട്യൂബ്, ഇറഗുലർ മെഷീൻ പാർട്ട്, ഇലക്ട്രോണിക് കമ്പണൻസ്. Spiral shaped tubes, irregular machine part and electronic components are example of ultrasonography wave. To clean spiral shaped tube and irregular mechanical electronic components. In sonar, അതായത് sound navigation and ragging, to detect the distance of objects under water. അപ്പോൾ എന്താ, സോണാറിന് സൗണ്ട് നാവിഗേഷൻ ആൻഡ് റാങ്, അതെന്താണ്, ഒബ്ജക്റ്റ് അണ്ടർ വാട്ടർ എന്തുണ്ട്, ഡിറ്റക്ട് ദി ഡിസ്റ്റൻസ്. അവിടെ എന്തുണ്ട്, സൗണ്ട് വരുന്നുണ്ട് അല്ലേ. സെസമിക് വേവ്സ് ആൻഡ് സുനാമി. Seismic waves are waves that travel through earth crust because of the event such as earthquake or volcanic eruption. അതായത് സിസമിക് വേവ്സ് ആർ വേവ്സ്, അതൊരു വേവ്സ് ട്രാവൽ ത്രൂ എർത്ത് ക്രസ്റ്റ്, അതായത് അത് വേവ്സ് ട്രാവൽ ചെയ്യുന്നതിൽ എന്തിലാണ്, എർത്ത് ക്രസ്റ്റിൽ, ബിക്കോസ് ഓഫ് ഇവൻറ്റ് സച്ച് ആസ് എർത്ത്ക്വേക്ക് ആൻഡ് വോൾക്കാനിക് എറപ്ഷൻ. ദ സ്റ്റഡി ഓഫ് സിസമിക് വേവ് ഈസ് കാൾഡ് seismology. The richer scale is used to measure intensity of earthquake that occur on the ocean floor and coastal region. Sometimes is tsunami wave. What is tsunami waves? Earthquake that occur on the ocean floor. അത് ഓഷ്യൻ ഫ്ലോറിൽ നടക്കുന്ന എർത്ത്ക്വേക്കിൽ നടക്കുന്ന എന്താണ്, tsunami wave. Tsunami is a series of giant wave caused by a massive displacement of water in the sea or other water body. Tsunami എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് വാട്ടർ ഇൻ ദി സീ, that occur water bodies. Waves to stay safe during a tsunami. Take the sudden receding of seawater from the shore as a warning sign of approaching tsunami. Do not assume the danger is over for yourself. Instead, wait for official announcement. Life is precious, so focus on saving your life, not your belongings. It caught in tsunami, hold on tightly to floating object, attempt to save yourself. അപ്പോൾ എന്തൊക്കെ സ്റ്റെപ്സുകളാണ് സ്റ്റേ സേഫ് ഡ്യൂറിങ് എ സുനാമി. നമുക്ക് എന്തൊക്കെ സുനാമി വരുമ്പോൾ നമുക്ക് എന്തെല്ലാം സേഫ് നടത്താം. ടേക്ക് ദ സഡൻ റീസീഡിങ് ഓഫ് സീ വാട്ടർ ഫ്രം ദി, അപ്പോൾ സഡൻ റീഡിങ് സീ വാട്ടർ നമുക്ക് നോക്കാം. അതുപോലെ ഡു നോട്ട് അസ്യൂം ഡേഞ്ചർ, നമ്മൾ തന്നെ കരുതരുത് അത് ഡേഞ്ചറാണ്. ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ആയിട്ട് വരുത്താം, നമുക്കൊരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാം. ലൈഫ് ഈസ് പ്രഷ്യസ്, ലൈഫ് എന്താണ്, പ്രഷ്യസ് ആണ്. ഫോക്കസ് ഓൺ സേവിങ് യുവർ ലൈഫ്, നമുക്ക് എന്ത് ചെയ്യുക, സേവ് ചെയ്യുക അല്ലേ, യൂസിങ് യുവർ ലൈഫ്, നോട്ട് ടച്ച് ബിലോങ്ങിങ്. If it caught in tsunami, try to hold on tightly to another floating object. നമുക്ക് എന്തെങ്കിലും കോട്ട് സുനാമി വന്നാൽ ടൈറ്റ്ലി ആയിട്ട് ഫ്ലോട്ട് ഒബ്ജക്റ്റ് ഹോൾഡ് ചെയ്യുക. ആൻഡ് അറ്റംപ്റ്റ് ടു സേവ് യുവർ സെൽഫ്, നമുക്ക് തന്നെ ഒപ്പം എന്ത് ചെയ്യാം, സേഫ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും സുനാമി വഴിയായിട്ട് സുനാമി വരുമ്പോഴത്തേന് നമ്മളെ തന്നെ എന്ത് ചെയ്യുക, പ്രൊട്ടക്ഷൻ ചെയ്യുക. അതുപോലെ തന്നെ സേവ് യുവർ സെൽഫ്. താങ്ക് യു. ഇത്രയും നേരം ക്ലാസ് കേട്ടതിന് നന്ദി. എല്ലാവരും മനസ്സിലായി എന്ന് കരുതുന്നു. തിങ്കിങ് റിലേറ്റിംഗ് ടു സ്റ്റോറി എന്ന ചാനലിലൂടെ നിങ്ങൾക്ക് കമൻറ്റോ ഡൗട്ടോ ഉണ്ടെങ്കിൽ ചോദിക്കാം.